ചേർത്തലയിൽ ദുരൂഹതയാണ്. ചേർത്തലയും ധർമ്മസ്ഥലയും രണ്ടും തലയാണ്. ഒന്ന് ധർമ്മസ്ഥല, മറ്റൊന്ന് ചേർത്തല. രണ്ടിനും തമ്മിലൊരു ബന്ധമുണ്ട്. തിരോധാനവും പിന്നീട് ദുരൂഹതയുമാണ്. നിറയെ അടിമുടി. ചേർത്തല തിരോധാന കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തി. പ്രതി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് ആയുധങ്ങളും ഡീസൽ കന്നാസുമാണ് കണ്ടെത്തിയത്. ഏറ്റുമാനൂർ വെട്ടിമുകളിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. അപ്പോൾ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്താൻ തുടങ്ങുകയാണ്. പക്ഷേ ഓരോ തെളിവും കണ്ടെത്തുമ്പോഴും സെബാസ്റ്റ്യൻ പാലിക്കുന്ന മൗനം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ അഖിൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഡോക്ടർ, തീർച്ചയായും അതായത് ഈ ഇത്തരത്തിൽ പല തെളിവുകളും ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ ജയലമ്മയുടെ മൊബൈൽ ഫോണുമായി ചാർജ് ചെയ്യാൻ വേണ്ടി സെബാസ്റ്റ്യൻ പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചതാണ്. ഇത് വെച്ച് അടക്കം ചോദ്യം ചെയ്യുമ്പോഴും ഒരു തരത്തിലും സെബാസ്റ്റ്യൻ കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയത്. ഇപ്പോൾ ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ വെട്ടിമുകളിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീടാണ്. ഈ ഭാര്യ വീട്ടിലൊരു പരിശോധന ഈ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ കാറിനുള്ളിൽ നിർത്തിയിട്ട കാറായിരുന്നു. ഈ കാറിനുള്ളിൽ നിന്നും ഒരു കത്തിയും ഒപ്പം തന്നെ ചുറ്റികയും ഡീസൽ കനാസും, കാലിയായ ഡീസൽ കനാസാണ്. പക്ഷേ ഈ ഡീസൽ കനാസും കണ്ടെത്തിയിരിക്കും. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുമ്പോഴും അത് ഈ കത്തിച്ച നിലയിൽ, കരിച്ച അല്ലെങ്കിൽ കത്തിക്കാൻ ശ്രമിച്ച നിലയിലായിരുന്നു എന്ന് അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിനുള്ളിൽ നിന്നും ഈ കരിഞ്ഞ വാച്ചും മറ്റ് സംഭവങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തി. അപ്പോൾ അത്തരത്തിൽ ഈ ഡീസൽ ഉപയോഗിച്ച അല്ലെങ്കിൽ ഈ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഡീസലൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന അത്തരത്തിലൊരു സാന്നിധ്യം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഒരു 20 ലിറ്ററിന്റെ ഒരു ഡീസൽ കന്നാസ, കാലിയായ കന്നാസ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം കത്തിയും ചുറ്റികയുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഈ 4 സ്ത്രീകളുടെ തിരോധാനമാണ് ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഒക്കെ തന്നെ ചേർന്ന് അന്വേഷിക്കുന്നത്. അതിൽ ഈ സ്ത്രീകളുടെ തിരോധാനത്തിൽ ഇവരെ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. അപ്പോൾ ഉണ്ടെങ്കിൽ അതിന്റെ അപായപ്പെടുത്താൻ ഈ കത്തിയോ ചുറ്റിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഈ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയാൽ ഇനി അത് തെളിയിക്കാൻ കഴിയുമെന്നാണ്. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ സെബാസ്റ്റ്യൻ ഒന്നും സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. എങ്കിലാണ് ഇത് ഈ തിരോധാന കേസുമായി ഏത് തരത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും എന്ന് ഈ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജയലമ്മയുടെ DNA പരിശോധനാ ഫലം അടുത്ത ദിവസത്തിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ ഏറെക്കാലം സുകുമാരക്കുറുപ്പിനെ കുറിച്ച് മലയാളികൾ ചിന്തിച്ചിരിക്കുകയും ഈ സുകുമാരക്കുറുപ്പ് എവിടെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിരുന്നു, അല്ലേ? പക്ഷേ സുകുമാരക്കുറുപ്പിനേക്കാൾ വലിയ കക്ഷിയാണ് ഈ സെബാസ്റ്റ്യൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ജോളിയാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സീരിയൽ കില്ലർ. അപ്പോൾ ആ സീരിയൽ കില്ലറിനെ തോൽപ്പിക്കുന്ന സീരിയൽ കില്ലർ ആണോ സെബാസ്റ്റ്യൻ എന്നുള്ളതാണ് സംശയം. ഇപ്പോൾ ചില ആയുധങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ ആയുധത്തിൽ മനുഷ്യന്റെ രക്തം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആയുധം പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ തെളിയും. അപ്പോൾ എന്തായാലും തെളിവുകൾ പുറത്തു വരട്ടെ. ഇതൊരു വല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ സെബാസ്റ്റ്യൻ. ഒരു തെളിവ് കൊടുത്താലും അയാൾ മിണ്ടൂല, സംസാരിക്കൂല. നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന മട്ടിൽ ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പ. അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത്. കണ്ടെത്തുന്ന സാധനങ്ങളൊന്നും തന്നെ അങ്ങോട്ട് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. DNA പരിശോധന ഫലം വരട്ടെ.